ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഐട്രേഷൻ മെത്തേഡാണ്. എന്താണ്? ഐട്രേഷൻ മെത്തേഡ്. ഐട്രേഷൻ മെത്തേഡിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ റിക്കറൻസ് റിലേഷൻ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ എക്സ്പ്രസ് ഇറ്റ് ആസ് സമ്മേഷൻ ഓഫ് എൻ ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2tn/2 + 1, ടി ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എഴുതി. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ എഴുതുകയാണ്. ടി ഓഫ് n/2 ഇതിൻ്റെ ഈ ഒരു സംഭവം ഞാൻ എഴുതുവാണ്. 2t ഓഫ് n/4 + 1. ഓക്കെ, അടുത്തത് ഇതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത്? ടി ഓഫ് n ഇസ് ഈക്വൽ ടു 2t ഇൻറ്റു 2t n/4 + 1 + 1 + 2 + 1. ബിക്കോസ് ഓക്കെ +1 അത് ഹോൾ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ ഇവിടെ ഇത് 4 ആകും. 4t n/4 + 2 + 1 വരും. ഡു ദ സിമിലർ തിങ് ഫോർ t n/4. t n/4 2t n/8 + 1 ആണ്. ദാറ്റ്സ് 3. പുട്ടിങ് 3 in 4. ഇതെൻ്റെ 4 ആണെന്ന് വിചാരിക്കാം. t n is nothing but 4 into 2t n/8 + 1 + 2 + 1. That's nothing but t of n is equal to 4 into 2 8t n/8 + 4 + 2 + 1. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാനത് സബ്മായിട്ട് എഴുതാത്തതെന്ന്. കാരണം നമുക്കൊരു പാറ്റേൺ ഇവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം മാക്സിമം നമ്മൾ സമ്മേഷനായിട്ട് എഴുതാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് അത് നമ്പർ ആഡ് ഓൺ ചെയ്തൊരു നമ്പർ ആക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വേറൊരു സംഭവം കാണിക്കട്ടെ. 1 എന്ന് പറയുന്നത് 2/0, 2 എന്ന് പറയുന്നത് 2/1, 4 എന്ന് പറയുന്നത് 2/2. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സമ്മേഷനായിട്ട് എഴുതാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നൗ ഇതിൽ നിന്നും ഒരു ജനറൽ ഫോമാറ്റ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കണം. സോ ഫോർ സം വാല്യൂ കെയ്ക്ക് നമ്മൾക്ക് 2k. എന്തുകൊണ്ടാണ്? 4, 8 പിന്നെ 2k t n. ഇതുണ്ട് 8ഉം സെയിം. പിന്നെ എന്താണ് ഇവിടെ 4ഉം 2ഉം 2 അല്ലേ? n/2k പ്ലസ് ഈ ഒരു സംഭവം ഇത് സമ്മേഷനാണ്. 2/0 + 2/1 + 2/2 ഇത് അപ് ടു 2k വരെ അഡീഷൻ നടക്കും. ഇതിനെ എനിക്ക് ജനറലായിട്ട് 2k + 1 - 1 എന്നെനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, 2k + 1 - 1. ഓക്കെ, അങ്ങനെ അത് സം ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇത്രയും നമ്പർ ഓഫ് ടേംസ് സം ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ വാല്യൂ ആണത്. ഇനി അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് കേസ് വാല്യൂ? നമുക്കിവിടെ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ടി ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. അപ്പം ടി ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. ടി ഓഫ് n 2k ഇസ് ഈക്വൽ ടു t of 1 എന്ന് ഞാൻ തൽക്കാലത്തേന് എടുക്കുവാണ്. വൈ എം ഐ ടേക്കിംഗ് ലൈക്ക് ദാറ്റ്? ബിക്കോസ് എന്താണ്, ഞാനൊരു ലീഫ് നോഡിനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ബിക്കോസ് ഈ ഒരു ഐട്രേഷൻ്റെ തന്നെ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ വരുന്നത്. എവിടെ? റിക്കറൻസ് ട്രീയിൽ വരുന്നത്. സോ n 2k is nothing but 1. Therefore k is equal to log 2n. ഓക്കെ, ഇതാണ് എനിക്ക് കെയുടെ വാല്യൂ ആയിട്ട് കിട്ടിയത്. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് കെ ഹിയർ. സോ 2 log 2n ടി ഓഫ് ഇത് 1 ആണല്ലോ. ടി ഓഫ് 1 is nothing but 1. ഓക്കെ, അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ അതുകൊണ്ടാണ് നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നത്. 2 log 2n ഇത് k -1 വരെയാണ് നമ്മളുടെ ഒരു സമ്മേഷൻ വരുന്നത്. അപ്പം -1 + 1 ഇത് ഇങ്ങനെ ഇവിടെ ഈ സാധനം എഴുതുമ്പോഴത്തേനും
2 up to 2 - 1 ആണ് നമ്മൾ എഴുതുന്നത്. -1 എഴുതുമ്പോഴത്തേനും 2 log 2n t⁻1 is 1. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. +2 + -1 is done log 2n - 1. വാട്ട് ഈസ് ദിസ്? log 2n എന്ന് പറയുന്നത് n ആണല്ലേ. അപ്പം n + n - 1, 2n - 1, that can be written as big O of n. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബേസിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഐട്രേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ എന്നിനെയും ഇനീഷ്യൽ കണ്ടീഷൻ്റെയും സമ്മേഷനായിട്ട് ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐട്രേഷൻ മെത്തേഡ് എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ബേസിക്കലി ഐട്രേറ്റീവാണ്. അതായത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, n/2 കണ്ടുപിടിച്ചു, n/4 കണ്ടുപിടിച്ചു, n/8 കണ്ടുപിടിച്ചു, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഒരു കോമൺ ഫോമാറ്റിൽ എത്തിയിട്ട് നമുക്ക് തന്നേക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ, ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇതിൽ നമ്മൾ എന്തുകൊണ്ടാണ് k എടുത്തേ, k-1 എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉണ്ടാവണ്ട. ഇവിടെ k-1 വരെയാണ് നമ്മൾ സമ്മേഷൻ എടുത്തെടുത്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം ഇവിടെ 8 വരുവാണ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബാണ്. 2 ക്യൂബ് നമ്മളുടെ സമ്മിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് k-1 എടുത്തത് കേട്ടോ. k-1 എടുത്തത്. അതവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്, ശ്രദ്ധിച്ചോ. So that is about the iteration method. Then that's how you solve the problems. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വൺ ഓഫ് ദി ഈസിയസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാസ്റ്റേഴ്സ് തിയറം. മാസ്റ്റേഴ്സ് തിയറത്തിനകത്ത് നമ്മൾ T(n) കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ T(n) = AT/NB + θ(n⁻k) log Pn. ഇവിടെ A എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ് പ്രോബ്ലംസും, B ഇസ് ദ ഹൗ മെനി ഡിവിഷൻസ് വി ഹാവ് ടു ഡു, ആൻഡ് ദിസ് ഇസ് ദ കോസ്റ്റ്. 3 കേസസ് നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എനെയും B⁻k കമ്പയർ ചെയ്തിട്ട് സൊല്യൂഷൻസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഇൻസ്റ്റഡ് ഐ വിൽ ജസ്റ്റ് ഷോ യു സം ക്വസ്റ്റ്യൻസ്. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. Tn = 3Tn/2 + n². ഇതിൽ നിന്നും A എന്താണ്? അപ്പോൾ ആദ്യമേ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കമ്പയർ ചെയ്യുവാണ് അല്ലേ, എയും B⁻k ആയിട്ട്. A is nothing but 3. ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഫോർമുല പഠിച്ചിട്ട് നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. B എന്താണ്? 2. K എന്താണ്? വാട്ട് ഇസ് K ഹിയർ? ഈ ഒരു പോളിനോമിയലിൻ്റെ പവറാണ്. അപ്പം ഇവിടെ നമുക്കൊരു പോളിനോമിയലാണ്, അതിൻ്റെ പവർ 2. P എന്താണ്? ലോഗറിതമിക് ആയിട്ടുള്ളതിൻ്റെ അതിൻ്റെ ബേസ് വരുന്നത് എന്നുള്ളതാണ് പിയിൽ വരുന്നത്. ഓക്കെ, സോ പി ഇല്ല നമുക്കിവിടെ. ഇനി എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്? എയും B⁻k എടുക്കണം. A 3 ആണ്, B⁻k എന്ന് പറയുന്നത് 2² ആണ്, 4 ആണ് വരുന്നത്. 3 is less than 4 അല്ലേ. അപ്പം ഈ ഒരു കേസാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് എടുത്ത് നോക്കേണ്ടത്? പിയുടെ വാല്യൂ എടുത്ത് നോക്കണം. P is greater than or equal to 0 ആണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്താ വരുന്നത്? T(n) = θ(n)k log Pn. What is my k? It's nothing but 2. P ഇല്ല, 0 ആണ്. ആ ഒരു ടേം നമുക്ക് ആവശ്യമില്ല. സോ O(n²) ആണ് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ മാസ്റ്റേഴ്സ് തിയറത്തിൽ ചെയ്യേണ്ടതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ A is nothing but √2, B is nothing but 2, K ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് പോളിനോമിയലായിട്ട് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ദിസ് ഇസ് നത്തിങ് ബട്ട് n⁻0 ആണല്ലേ. അപ്പോൾ K 0 ആണ്. P എന്ന് പറയുന്നത് എന്താണ്? P 1 ആണ്. ഓക്കെ, അതിൻ്റെ പവർ 1 ആണ് അതിൻ്റെ വരുന്നത്. ഇനി എയും ബിയും നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് √2 2⁻0 ഇസ് നത്തിങ് ബട്ട് 1. √2 എന്താണ്? √2ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, 1.4 സംതിങ് ആണ് വരുന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ 2⁻0, ദാറ്റ്സ് 1. ഗ്രേറ്റർ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് സംഭവം.
അപ്പം നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി വിൽ ബി നത്തിങ് ബട്ട് ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബി ബി എ. ഇതാണ് പവറാണ് വരുന്നത് കേട്ടോ. ഇത് ലോഗ് പവറിലാണ് കിടക്കുന്നത്. ബി എന്താണ്? എൻ ലോഗ് ബി ഇസ് നത്തിങ് ബട്ട് 2, എ ഇസ് നത്തിങ് ബട്ട് √2. ഇതാണ് നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേനും ഇറ്റ്സ് നത്തിങ് ബട്ട് √n. പക്ഷേ ഇങ്ങനെ എഴുതിയാലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൈൻ. ട്രൈ ടു സോൾവ് ഇറ്റ്. അപ്പം അത്രയുമാണ് നമ്മളുടെ മോഡ്യൂൾ 1-ൻ്റെ റിക്കറൻസ് റിലേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതും. ഇവിടെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ കൊടുക്കാവുന്നതാണ്. ടൈമിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്.